സുഖായിരിക്കുന്നോ കുഞ്ഞപ്പ? സുഖാണോ? വ്ലോഗൊക്കെ ചെയ്ത് തകർക്കാണ് അല്ലേ? എന്തോരം ഫാൻസാന്നറിയോ നമ്മുടെ കുഞ്ഞപ്പന്. എത്ര കുട്ടികളാ കണ്ടിട്ടിരിക്കണത്. ഇതൊക്കെ കാണുന്നുണ്ടോ? ഫാൻസ് ഒക്കെ വന്നിങ്ങനെ ഹലോ വീഡിയോസ് ഒക്കെ ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷാവാറില്ലേ? സ്കൂളിലൊക്കെ സ്റ്റാർ ആണെന്ന് തോന്നണം അല്ലേ? ചെറുതായിട്ട് പിന്നെ അതല്ല, എനിക്ക് തോന്നണേ നമ്മുടെ സ്ഥലത്തിനേക്കാളും കൂടുതലും ദൂരെയുള്ളവരാണെന്ന് തോന്നുന്നു നമ്മുടെ ചാനൽ വീഡിയോസ് കാണുന്നത്. 3 ട്രോഫി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഈ എൽ കെ ജിയില് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ട് ഒരു 3 ട്രോഫി കിട്ടിയിട്ടുണ്ട്. അതാണ് പറഞ്ഞത്. ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ. ആദ്യം സ്കൂളില് ഫസ്റ്റ് LKG തുറന്നപ്പോഴത്തേക്കും കയറി ചെന്ന് കഴിഞ്ഞപ്പോ 3ലും 4ലും വലിയ ക്ലാസ്സിലുള്ള പഠിക്കുന്ന പിള്ളേർക്ക് ഇന്റർവെൽ ആയപ്പോ ഓടി വന്നു ഇവനെ കാണാൻ. അപ്പൊ പിന്നെന്താ എല്ലാ ഇന്റർവെല്ലും എല്ലാത്തിനും പിള്ളേര് ഓടി വരുന്നു കാണാൻ. പിന്നെ പ്രിൻസിപ്പൾ പറഞ്ഞു കുഞ്ഞപ്പനെ കാണാൻ ആരും ക്ലാസ്സിലേക്ക് പോകരുത്, ആരും അങ്ങോട്ട് പോരുന്ന പ്രിൻസിപ്പൾ പിള്ളേരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ അങ്ങനെ പിള്ളേര് വരില്ല. അല്ലെങ്കിൽ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് വരുമ്പോ ഓരോ മിഠായികളോ ഓരോ സാധനങ്ങൾ ലെറ്റർ പിള്ളേര് തന്നെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവരില്ലേ, അതെല്ലാം കൊണ്ടുവരുമായിരുന്നു പിള്ളേര് കൊടുത്തിട്ട്. ഇത് കുഞ്ഞപ്പന്റെ ചേച്ചിയും ചേട്ടനും ഒന്നും അല്ല കേട്ടോ. അച്ഛനും അമ്മയാണ് അല്ലേ? സ്വന്തം അച്ഛനും സ്വന്തം. വീഡിയോയില് ഞങ്ങള് ചേച്ചി ചേട്ടാന്നൊക്കെ ചിലപ്പോ വിളിച്ചെന്നിരിക്കും. മറ്റേ സ്കെച്ച് വീഡിയോ പ്രണയലേഖനം കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. ഷോർട്ട് വീഡിയോ അല്ലേ? ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തതാ. കണ്ടന്റ്സ് ഒക്കെ ആരാണ് മേക്ക് ചെയ്യണേ? നിങ്ങൾ എവിടെ നിന്നാണ് ഈ കണ്ടന്റിന്റെ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്? ഏത് തലേന്ന് അത് വരുന്നത്? അതായത് ഇപ്പൊ നമ്മൾ രണ്ടുപേരും കൂടി ആലോചിച്ച് രണ്ടുപേരും കൂടി അങ്ങോട്ടും വർത്താനം പറഞ്ഞ അങ്ങനെ വരുന്ന കണ്ടന്റുകളാണ്. ഇന്ന് എന്ത് ചെയ്യും അങ്ങനെ വർത്താനം പറഞ്ഞു തുടങ്ങി അവസാനം ഇപ്പൊ എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ഞാനത് ചേട്ടനോട് പറയും. അപ്പൊ ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോ അവസാനം അതൊരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറും. അല്ലെങ്കിൽ അടിച്ചു വിരിയോ? അത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. പിന്നെ ഇടിയോ അന്ന് പിന്നെ ഇടയ്ക്ക് വീഡിയോ എടുക്കത്തില്ല. അല്ല, നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് അടി വീണിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഡെയിലി. അതെ, അങ്ങനെയല്ല, ഇടയ്ക്കൊക്കെ. എല്ലാ ദിവസവും ഉണ്ടോ അടി? എന്ത് പറഞ്ഞ അടി വെക്കിയവര്? ചോദിക്കട്ടെ, പറ കുഞ്ഞപ്പ. കുറച്ച് വഴക്കിടുള്ളൂ. എത്ര നേരം വഴക്കിടും? ഒരു വഴക്കിടുള്ളൂ. പക്ഷെ കൊറേ നേരം എടുക്കോ? ഇല്ല, പെട്ടെന്ന് തന്നെ സെറ്റ് ആവും അല്ലേ? കൊഴപ്പൊന്നുമില്ല. ആരാ ഇത് വഴക്കൊക്കെ തീർക്കാനായിട്ട് ചെന്ന് മിണ്ടുന്ന ആളാരാ? അച്ഛന്റെ അമ്മയുടെ വഴക്ക് മാറ്റുന്ന ആരാണ്? ആരാ വഴക്ക് മാറ്റുന്നത്? അച്ഛയുടെ അമ്മയുടെ വഴക്ക് മാറ്റണ ആരാ? അമ്മ പോവൂല. അമ്മ പിണങ്ങി ഇരിക്കുവോ കുഞ്ഞപ്പ? അമ്മ പിണങ്ങി മാറിയിരിക്കുവോ? ഇവിടെ കുഞ്ഞപ്പന്റെ ശ്രദ്ധ ഇങ്ങനെ കൊറേ ഇങ്ങനെ മാറിപ്പോണ്ട്. കാരണം ഇവിടെ കുട്ടികള് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എന്തോ പറയാനുണ്ട്. പറഞ്ഞോ? എന്തായാലും ഇത്രയൊക്കെ നീ പറഞ്ഞില്ലേ? ബാക്കി ഇത് പുതിയ ഡ്രസ്സാണ് അല്ലെ? ഇന്നലെ എന്തോ നടന്നല്ലോ? അത് പറയത്തില്ല, സീക്രട്ട് ആവും. അമ്മ എന്തൊക്കെ പഠിപ്പിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു? ഇന്ന് ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അമ്മ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു? ഞങ്ങളെ ടീച്ചർ ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഹിന്ദി അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചറിന്റെ പേര് ഞാൻ ചോദിച്ചേ അതല്ല, ടീച്ചേഴ്സിനെ പറ്റിയൊക്കെ ചോദിക്കുവാണെങ്കിൽ എല്ലാ ടീച്ചർമാരുടെ പേരും പറയണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതാണ് പറഞ്ഞത്. ടീച്ചർമാരുടെ പേരൊക്കെ പറഞ്ഞു. ടീച്ചർമാരോട് പേര് പറഞ്ഞു. എല്ലാവരുടെ പേരുണ്ടല്ലോ? ഉണ്ട്. സമാധാനമായി. ഇനിയിപ്പോ ചെല്ലുമ്പോ ഫുൾ മാർക്ക് തരും. ഡാൻസ് ഒക്കെ പാട്ടൊക്കെ പാടാറില്ലേ കുഞ്ഞപ്പ? മറ്റേ വേടന്റെ ഒരു കലക്കം പാട്ട് വെച്ച് പഠിച്ചു വന്നിട്ടുണ്ട്. എവിടെ ആ പാട്ടൊന്ന് കാച്ചിക്ക്? വേടന്റെ പാട്ട് ഒച്ച പാടിക്കോ? കണ്ണാടി നെഞ്ചില് വന്ന് വീണ് ഒരുത്തി എന്ന കമ്പി നിന്റെ കണ്ണിൽ കുടുങ്ങി നാ മറ്റു രണ്ടാം പിരിവേ.
എത്ര ദിവസം എടുത്തത് പഠിക്കാൻ? ഇത് ഇന്നലെ ഞാൻ പറയാം എടാ നാളെ ഇന്റർവ്യൂ ഉണ്ട്, നീ ഏത് പാട്ട് പാടും? അപ്പൊ ഏത് പാട്ട് പാടുമ്പോ എനിക്ക് ഒന്നും മര്യാദക്ക് അറിയാമല്ല. ഞാൻ പറഞ്ഞ വേടന്റെ പാട്ട് പഠിക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കുറച്ച് പ്രാവശ്യം ഫോണിൽ കേൾപ്പിച്ചു കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിയൊക്കെ കാറിലിരുന്ന് കേട്ടോണ്ടാ വന്നത്. ആ ഓർമ്മയിൽ പാടണതാ. ഓ അടിപൊളി. ഇപ്പൊ നിങ്ങള് എന്താ പറയാ, നിങ്ങളുടെ കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോ ഒരുപാട് പേർക്കുള്ള സംശയമാണ്, നിങ്ങൾ ഇനി മുസ്ലിം ആണോ അങ്ങനെയൊക്കെ. ഭയങ്കര സംശയമാണ്. ഞാൻ നോക്കിയപ്പോ കമന്റ്സ് ഒക്കെ അങ്ങനെ കുറെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് മാത്രമാണ് നമ്മുടെ അത് കമന്റ്. മാത്രമാണ് ഇവരുടെ കമന്റ് സെക്ഷനിൽ കുറെ ഞാൻ കണ്ടത്. പറയൂ, ഹിന്ദു ആണോ മുസ്ലിം ആണോ? ആ സംശയം അങ്ങ് തീർത്തോട്ടെ. അല്ല എനിക്ക് തോന്നണേ, എനിക്ക് ഭയങ്കര സങ്കടമാണ് അത് ചോദിക്കുമ്പോ. പിള്ളേരാണ് കൂടുതലും ചോദിക്കുന്നത്. ഈ കാലം ഇത്രയും മാറിയിട്ടും ചെറിയ പിള്ളേരും ഇപ്പോഴും ഈ ജാതി ചോദിക്കുന്നു. പിള്ളേര് വലിയ ആൾക്കാർ ചോദിച്ചാൽ പോട്ടേന്ന് വെക്കാം, ചെറിയ പിള്ളേർ അങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് സങ്കടം. അപ്പൊ ഞങ്ങള് എൻ്റെ ഒരു Q&A വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച് വളർന്നതാണ്. മുസ്ലിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ പറയും നീയാ മുസ്ലിമാ, നിന്റെ പേരിൽ മാത്രമേ മനസ്സിലായില്ലേ, ആ മുസ്ലിം ആണോ, ആ തട്ടിട്ടില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ മുസ്ലിം ആണെന്ന് പറയുന്നില്ല. ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന, ചേട്ടൻ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു വളർന്നതാണ്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഇപ്പോഴും അങ്ങനെ പറയുന്നുള്ളൂ. പോരെ, അപ്പൊ ആർക്കും കുഴപ്പമില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കണക്ഷൻ വന്നത്? കണക്ഷൻ വന്നത് ഞങ്ങള് സ്കൂളിൽ പഠിക്കണ സമയത്താണ്. ഞാൻ ലവ് സ്റ്റോറി ചെറിയൊരു പാർട്ട് ഞാൻ Q&A പറഞ്ഞായിരുന്നു. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അതേ വർഷം ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന അതേ വർഷം ചേട്ടൻ ആ സ്കൂളിൽ 10ാം ക്ലാസ്സിലേക്ക് വരുന്നു. 9ാം ക്ലാസ് വരെയും ചേട്ടൻ ആ സ്കൂളിലല്ല പഠിച്ചത്. അതാ പറയണത്. അതെ അതെ, ആ ഒരു 10ാം ക്ലാസ് മാത്രം ഒരു വർഷമേ പഠിച്ചുള്ളൂ. +1 +2 ഒന്നും അവിടെ പഠിച്ചില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ പോയി. അമ്മയുടെ ചേട്ടൻ കുഞ്ഞ് ലവ് സ്റ്റോറി പറഞ്ഞ കുഞ്ഞപ്പ. ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടോ? കേട്ടോ. അങ്ങനെ ആ ഒരു വർഷത്തെ ഒരു പ്രണയം. അപ്പൊ ഇന്നത്തെ കാലത്തെ പ്രേമം പോലെ ഒന്നും അല്ല. അന്നൊക്കെ മിണ്ടാൻ പേടി, സംസാരിക്കാൻ പേടി, ഭയങ്കര പേടിയല്ലേ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല, കണക്ഷൻ ഒന്നുമില്ല. ആ ഒരു വർഷത്തെ അതെന്താ അങ്ങനത്തെ ഒരു കണക്ഷൻ, ഒരു സ്പാർക്ക് ഒന്നും അന്നേരം അടിച്ചില്ല? അതല്ല, അന്നൊന്നും എന്റെ കയ്യിലൊന്നും ഫോൺ, അന്നത്തെ കാലത്ത് 7 കൊല്ലം മുമ്പ് ഫോൺ ഉണ്ടായിരുന്നു, നിങ്ങൾ തകർത്തേനെ. ആ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഇല്ലാത്ത ഫെസിലിറ്റീസ് ഇല്ലല്ലോ, അന്ന് നമുക്ക് അത്ര ഇതില്ലല്ലോ. തോന്നാറുണ്ടോ? പുതിയ ഫോൺ ഒക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിലേ അന്ന് ഉണ്ടായിരുന്നില്ല ചേടയില് ഫോണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ ഫോണിൽ ഇപ്പോഴല്ലേ നമുക്ക് ഫോൺ ഉണ്ടല്ലോ. അതെ, പിന്നെ എന്താ, എന്ത് വേണം? നിങ്ങക്ക് തോന്നാറുണ്ടോ ഇപ്പോഴത്തെ കാലത്താണ് കുറച്ചുകൂടി കല്യാണം കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നത്, അല്ല അന്ന് കല്യാണം കഴിച്ചാണ്, ഇന്നായിരുന്നു കല്യാണം കഴിച്ചെങ്കിൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് പ്രേമിക്കായിരുന്നു, അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? തകർത്ത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ 1 വർഷം പ്രേമിച്ചപ്പോ തമ്മി മിണ്ടിയിട്ടില്ല. ആരും വിശ്വസിക്കില്ല. പക്ഷെ ഞങ്ങൾ അറിയാവുന്ന ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ അറിയാം, ആ 1 വർഷം ഞങ്ങൾ നേരിട്ട് മിണ്ടിയിട്ടില്ല. ഒള്ളി ലെറ്റേഴ്സ്. ലെറ്റർ എഴുതും, ഒരു ബുക്ക് ലെറ്റർ എഴുതി. അച്ഛനും അമ്മയും ഇങ്ങനെ കൂത്തിമുത്തലായിരിക്കും. എന്ത് കൂത്തിമുത്തൽ? അച്ഛനും അമ്മയും ലവ് ആയിരുന്നു. അവന് വെറുതെ ഇങ്ങനെ ലെറ്റർ എഴുതി കൊടുത്തിട്ട് എന്ത് വെറുതെ താങ്ക് യു വന്നിട്ട് താങ്ക് യു പറയുന്നു. എന്നോട് പറയുന്നില്ല. അയ്യോ കേട്ടില്ല ഞാൻ. അച്ഛനും അമ്മയും ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ട് താങ്ക് യു പറഞ്ഞിട്ട് വീട്ടിൽ പോകും. അത്രയും മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഞാൻ എഴുതിയ എന്റെ ഫ്രണ്ട്സ് കൊണ്ടുപോയി ചേട്ടനെ കൊണ്ട് കൊടുക്കും. ചേട്ടന്റെ ഫ്രണ്ട്സ് ചേട്ടൻ എഴുതുമ്പോൾ എന്റെ കൊണ്ടുവന്നിരും. പിന്നെ ഈ ലെറ്റർ എപ്പോഴും കുറെ പേപ്പർ കീറി എഴുതി മതിയായപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനാണ് ഒരു 10 രൂപയുടെ 5 രൂപയുടെ ബുക്ക് മേടിച്ച് എന്നിട്ട് പകുതി ഞാൻ എഴുതും. എന്നിട്ട് ആ ബുക്ക് ചേട്ടന് കൊടുത്തു വിടുമ്പോ ചേട്ടൻ ബാക്കി പകുതി, ചേട്ടൻ 3 പേജ് എഴുതുള്ളൂ, ഞാൻ പകുതി എഴുതും, ചേട്ടൻ 3 പേജ് എഴുതും. 1 വർഷം ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ ഡിഗ്രി ഒക്കെ ആയപ്പോ ഞങ്ങൾ വീണ്ടും ഒരു സ്ഥലത്ത് വെച്ച് പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഇല്ല. 1 വർഷമല്ല, ഞാൻ 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 9, 10, +1, +2 വരെ ഞങ്ങൾ പിന്നെ കണ്ടിട്ടില്ല. അതാ കുഞ്ഞു പ്രായത്തിലല്ലേ, അതങ്ങനെ പോയി. ആ ഞങ്ങളുടെ കാര്യം ചെയ്യില്ല, അവനൊക്കെ അല്ല. കുഞ്ഞപ്പ ഗേൾഫ്രണ്ട് ഉണ്ടോ? ഇല്ലേ? ഗേൾഫ്രണ്ട് ഇല്ലേ? ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് 2 പെൺപിള്ളേരുണ്ട്. അവര് +2, +1 പഠിക്കുന്ന പിള്ളേരാ. അല്ല, അവരുടെ കൂടെ ഇവൻ എപ്പോഴും കളിക്കുക. അതിന് അവൻ പറയണത് എന്റെ ഗേൾഫ്രണ്ട് ആണ്. സാമുണ്ട്, അതൊരു ഇവന്റെ പ്രായമുള്ള കൊച്ചാണ്. അപ്പൊ അവന്റെ അമ്മയ്ക്ക് ഇപ്പൊ 2ാമതൊരു ബേബി ഉണ്ടാവാൻ പോവാ, അതുകൊണ്ട് അവരിവിടെ ഇല്ല. അപ്പൊ ഇവൻ ആ പെൺപിള്ളേരുടെ കൂടെ പോയി കളിക്കും, ആ വലിയ. എന്നിട്ട് ചോദിക്കും, പറയാം എന്റെ ഗേൾഫ്രണ്ട് ആമേ, എന്റെ ഗേൾഫ്രണ്ട് ആമേ എന്ന് പറയും.